ഈ നിലവിൽ പിന്നെ സെക്രട്ടറിയുമായി അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങളും ആ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ തന്നെ നാളെ രാവിലെ പിന്നെ അടിയന്തര ക്യാബിനറ്റ് ഉണ്ട്. സാധാരണ ബുധനാഴ്ചയാണ് ക്യാബിനറ്റ് ഉണ്ടാവുക. രാവിലെ 10 മണിക്ക് ക്യാബിനറ്റ്. ആ ക്യാബിനറ്റിനകത്ത് അതിൻ്റെ ഏത് തരത്തിലാണ് ഗവൺമെൻറ് വിശദീകരണം എന്ന് എനിക്ക് സത്യമായി പറഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇല്ല. തീർച്ചയായിട്ടും നാളെ അതിന് ശേഷം ആ കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യും. ഈ ലൈഫ് മിഷൻ പദ്ധതി ബന്ധപ്പെട്ട് സർക്കാരിന് പുതിയ പദ്ധതിയുണ്ടോ അതോ ആ പദ്ധതി ഒഴിവാക്കണം എന്നൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. അല്ല, ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നം അതിനകത്തില്ല. ലൈഫ് മിഷൻ പദ്ധതി നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ലൈഫ് മിഷൻ പദ്ധതിയെ ബന്ധപ്പെട്ടല്ല. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ പിന്നെ ഗ്രാമസഭകളുടെ ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട്, ബ്ലോക്ക് പിന്നെ പഞ്ചായത്ത് ചെയർമാന്മാരുണ്ട്, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ്. എന്നുവെച്ചാൽ നിരവധി പഞ്ചായത്ത് മെമ്പർമാർ കേൾക്കുന്നുണ്ടാവും. പഞ്ചായത്തിലെ ഗ്രാമസഭകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗാന്ധിയൻ ഗ്രാമസ്വരാജിൻ്റെ ഒരു നല്ല പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത്. ആ പിന്നെ ഗ്രാമസഭകളുടെ ഏകദേശം 10ഓളം അധികാരങ്ങൾ എടുത്തു കളയപ്പെട്ടു കഴിഞ്ഞ 10 വർഷമായിട്ട്. ആ അധികാരങ്ങൾ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൈഫ് ഇല്ലാതാക്കും എന്നുള്ളതല്ല. ലൈഫ് പദ്ധതി ഇല്ലാതാക്കും എന്നാണ് ആരെങ്കിലും വിചാരിക്കണതെങ്കിൽ അപ്പോൾ ലൈഫ് പദ്ധതി അല്ലെങ്കിൽ ലൈഫ് മിഷൻ എന്ന് പറയുന്നതിന് എന്തോ കുഴപ്പമുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമാണ്. ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവർ ആ സംശയം ക്ലാരിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പദ്ധതിയെ തകർക്കാൻ വേണ്ടി വന്നൊരു സർക്കാരല്ലത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഒരു സർക്കാർ വരുമ്പോൾ 5 വർഷമോ 10 വർഷമോ എടുക്കുന്ന സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും അടിച്ചു പൊളിക്കുക, എന്നിട്ട് പുതിയ പദ്ധതി കൊണ്ടുവരാൻ ഇത് അങ്ങനായി രാജ്യം അങ്ങനെ മുമ്പോട്ട് പോവുക. ഞങ്ങൾ കറക്റ്റ് ചെയ്താണ് മുമ്പോട്ട് പോവുക. കഴിഞ്ഞ സർക്കാരിന് എതിരെ ഞങ്ങൾ ഈ രാജ്യത്തിലെ ജനങ്ങളോട് സംസാരിച്ച് വോട്ട് വാങ്ങിയ ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഞങ്ങളുടെ സമീപനം ഉണ്ടാവും. അതല്ലാതെ പിന്നെ സർക്കാർ കൊണ്ടുവന്ന എല്ലാ പദ്ധതിയും അടിച്ചു പൊളിക്കുക, എന്നിട്ട് ഞങ്ങൾ വേറെ പദ്ധതികൾ ഉണ്ടാക്കുക, അതിൻ്റെ പേര് മാറ്റുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ഞങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ടും വളരെ പ്രായോഗികമായിട്ടും ഞങ്ങൾ ഈ വിഷയത്തെ പഠിക്കും. ആ പഠിച്ചിട്ട് ഒരു ഒറ്റ കാര്യം ഞാൻ അതിനകത്ത് 100% ഞാൻ ഉറപ്പിച്ച് പറയാം, ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരം അവരുടെ കയ്യിൽ തിരിച്ചെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അജണ്ട. അത് നിങ്ങൾ സംശയം വിചാരിക്കേണ്ട. അത് എവിടെയാണോ അത് ലംഘിക്കപ്പെട്ടത്, ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരത്തിലേക്ക് എവിടെയാണോ സെൻട്രലൈസ് ചെയ്യപ്പെട്ടത്, അത് തിരിച്ചു കൊടുക്കും. അത് നിങ്ങൾ ലൈഫ് പദ്ധതി എന്ന് പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം ഭാഷയാണ്. നിങ്ങളതല്ല പിന്നെ ശുചിത്വ മിഷനാണ് നിങ്ങൾ പറയേണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം ഭാഷയാണ്, അത് സർക്കാരിൻ്റെ ഭാഷയല്ല. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ആ വിഷയം ഞങ്ങൾ എടുത്തിട്ടില്ല. പേര് മാറ്റണം എന്ന് പറയണമെങ്കിൽ ആ വിഷയം ഞങ്ങൾ എടുക്കണ്ടേ. ആ ഒന്നാമത്തെ ക്യാബിനറ്റിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പഞ്ചായത്ത് ഉത്തരവാദപ്പെട്ട പഞ്ചായത്തിൻ്റെ മന്ത്രി എന്നുള്ള ഞാൻ പറഞ്ഞത് പഞ്ചായത്തുകളുടെ എടുക്കപ്പെട്ട അധികാരങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കണം. ഡീസെൻട്രലൈസേഷൻ പൂർണ്ണാർത്ഥത്തിൽ കേരളത്തിൽ വരുത്തണം എന്നാണ്. അത് ഒരിക്കലും ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ആ ചർച്ച വന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. CPM തന്നെയാണ് അതിനകത്ത് രംഗത്തെത്തുന്നത്. അവർ സമരം സംഘടിപ്പിക്കും, ഇങ്ങനൊരു പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറയുന്നത്. അല്ല, സമരം സംഘടിപ്പിക്കൽ അവരുടെ വിഷയമാണല്ലോ. അവർ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ പറയേണ്ട കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ. പക്ഷേ ഞങ്ങൾ പഞ്ചായത്തുകൾക്ക് എടുത്ത അധികാരം തിരിച്ചവർക്ക് കൊടുക്കുമ്പോൾ അവർ സമരം ചെയ്യട്ടെ, പഞ്ചായത്തുകളുണ്ടല്ലോ അവിടെ. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. സമരം ചെയ്യുമോ എന്ന് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ മെറിറ്റോറിയസ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അത് ഞങ്ങൾ ചെയ്യൂല. സമരം ചെയ്യുമെന്ന് കരുതിയിട്ട് മെറിറ്റോറിയസ് ആയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതും നടക്കില്ല. സമരത്തെ പേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നില്ല. പക്ഷേ അനാവശ്യമായ കാര്യങ്ങൾ ഇടതുപക്ഷമാണ് അപ്പുറത്ത് നിന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്യില്ല. ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളെ മുഴുവൻ അടിച്ചു പൊളിക്കാൻ വന്ന സർക്കാരല്ലത്, കഴിഞ്ഞ സർക്കാരിൻ്റെ തുടർച്ചയാണ്. എന്നാൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ട് 102 സീറ്റ് തരാൻ കാരണമായ നിരവധി രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ ഫലപ്രദമായ വിധത്തിൽ നടപ്പിലാക്കലാണ് ഞങ്ങളുടെ പദ്ധതി. അടിയന്തരമായ മീറ്റിംഗ് നാളെ ഓൺലൈനിൽ വിളിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ജില്ലകൾക്ക് പണം അനുവദിച്ചിട്ടുണ്ട്. കളക്ടർമാരോട് അവരുടെ മീറ്റിങ്ങുകൾ വിളിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഹെൽത്ത് സെൻറ്റർ വഴിയാണ് ഞങ്ങളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറ്. നാളെ എല്ലാവരും അങ്ങോട്ട് തിരുവനന്തപുരത്ത് വിളിച്ചിട്ടില്ല. കാരണം വിളിച്ചാൽ എന്താ വെച്ചാൽ അവരൊക്കെ ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് അങ്ങോട്ട് വിളിക്കേണ്ടെന്ന് കരുതിയിട്ട് ഓൺലൈൻ മീറ്റിംഗ് നാളെ പിന്നെ JD-മാരടക്കമുള്ളവരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അത് എന്തായാലും ഞങ്ങൾ സീരിയസ് ആയിട്ട് പരിശോധിക്കും എന്തായാലും. താങ്ക് യു വെരി മച്ച്.